ഈ കാണുന്ന പോലത്തെ സോഷ്യൽ മീഡിയ വൈറൽ വീഡിയോസ് നിങ്ങളും കണ്ടു കാണൂലേ? ഇതുപോലത്തെ വീഡിയോസ് കറന്റ് മില്യൺസ് ഓഫ് വ്യൂസും ധാരാളം ഫോളോവേഴ്സും ഇതിന്റെ ക്രിയേറ്റേഴ്സിന് കൊണ്ടു കൊടുക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് വേറെ ഒന്നിനെ കുറിച്ചല്ല, ഗൂഗിൾ VO3 കുറിച്ചാണ്. ഗൂഗിൾ VO3 നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടില്ല, പക്ഷേ 1 month ഫ്രീ ട്രയൽ നമുക്ക് ആക്സസ് ചെയ്തെടുക്കാൻ പറ്റും. അതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്, അത് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. സോ ഈ 1 month കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? 1 month കഴിഞ്ഞാൽ നമുക്ക് പുതിയ ജിമെയിൽ അക്കൗണ്ട് വെച്ചിട്ട് വേണമെങ്കിൽ ലോഗിൻ ചെയ്യാം. പക്ഷെ ഇതൊരു 1 yearലേക്ക് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരിക്കില്ലേ? അതിന് ഒരു ചെറിയ ട്രിക്ക് ഉണ്ട്. ട്രിക്ക് എന്ന് പറയാൻ പറ്റൂല, ഗൂഗിൾ തന്നെ സ്റ്റുഡൻസിന് ഒരു സ്പെഷ്യൽ ഓഫർ പോലെ കൊടുക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് സ്റ്റുഡൻറ് ഇമെയിലൊന്നും ഇല്ലാതെ അത് ആക്സസ് ചെയ്യാൻ പറ്റൂല. സോ അതിനുള്ള ഒരു ഹാക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് കാണിക്കാൻ പോകുന്നത്. ഇത് എല്ലാ ജിമെയിൽ അക്കൗണ്ടിലും നമുക്ക് വർക്കാവണമെന്നില്ല. സെലക്റ്റീവ് ആയിട്ടുള്ള ജിമെയിൽ അക്കൗണ്ടിൽ മാത്രമേ എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. സോ ഒരു ജിമെയിൽ അക്കൗണ്ടിൽ നമുക്കിത് വർക്കാവുന്നില്ലെങ്കിൽ വേറൊരു ജിമെയിൽ അക്കൗണ്ടിൽ എന്തായാലും വർക്കാവും. അതെങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് തിങ് ഫസ്റ്റ്, സ്റ്റെപ്സിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് ആദ്യം കുറച്ച് പ്രീ റിക്വസിറ്റ്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ VPN, ഏതെങ്കിലും ഒരു VPN, US കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു VPN മസ്റ്റാണ്. ഒരു സ്റ്റുഡൻറ്റ് ഇമെയിൽ മസ്റ്റാണ്. ഒരു ജിമെയിൽ അക്കൗണ്ടോ ഒരു ജിമെയിൽ അക്കൗണ്ട് ആവശ്യമാണ്. അതൊരു പുതിയ അക്കൗണ്ട് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉള്ള അക്കൗണ്ട് ആവാം, എന്തോ ആയിക്കോട്ടെ. ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ എനേബിൾ ചെയ്ത ഒരു ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ ഉണ്ടായിരിക്കണം. ഇത്രയാണ് ഇതിൻ്റെ പ്രീ റിക്വസിറ്റ്സ്. വെറും 5 സ്റ്റെപ്പിൽ നമുക്ക് വിയോൻ്റെ സബ്സ്ക്രിപ്ഷൻ എനേബിൾ ചെയ്യാൻ പറ്റും. അതും 15 മാസത്തേക്ക് കിട്ടുകയും ചെയ്യും. ഫസ്റ്റ് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഓരോരോ സ്റ്റെപ്പുകൾ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിൽ ക്രോം, ഫയർഫോക്സ്, എഡ്ജ് ഇതുപോലത്തെ ബ്രൗസർ ഉണ്ടെങ്കിലാണ് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുക. ബ്രേവ് പോലത്തെ ബ്രൗസർ ഉണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടും. സോ ക്രോം ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. നമ്മൾ ക്രോമിൽ വന്നതിന് ശേഷം ഡിസ്ക്രിപ്ഷനിലെ ഫസ്റ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അർബൻ VPN എന്നുള്ള ഈ പേജിലെത്തും. അവിടെ പോയിട്ട് ഫ്രീ ഡൗൺലോഡ് എന്ന് കൊടുത്ത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഒരു വിൻഡോ ഓപ്പൺ ആവും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്രോം എക്സ്റ്റൻഷനും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് ക്രോം എക്സ്റ്റൻഷൻ അർബൻ VPN എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം കാണുന്ന ലിങ്ക് കയറുന്ന സമയത്ത് ഇവിടെ ക്രോം എക്സ്റ്റൻഷൻ്റെ ഓപ്ഷൻ കാണിക്കും. ഇതിൽ ഇവിടെ പോയി കഴിഞ്ഞാൽ ആഡ് ടു ക്രോം എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഞാൻ ഓൾറെഡി ആഡ് ചെയ്തുകൊണ്ട് എനിക്ക് ആ ഓപ്ഷൻ കാണിക്കില്ല. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു എക്സ്റ്റൻഷൻ ഇവിടെ ഓപ്പൺ ആവും. ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാനേജ് എക്സ്റ്റൻഷൻ എന്നുള്ള ഓപ്ഷൻ വരും. അതിൽ പോയിട്ട് ഈ അലോ ഇൻ ഇൻകോഗ്നിറ്റോ ബൈ ഡിഫോൾട്ട് ഡിസേബിൾഡ് ആയിരിക്കും. ഇത് എനേബിൾ ചെയ്ത് ഇടുക. എനേബിൾ ചെയ്തതിന് ശേഷം ഡിസ്ക്രിപ്ഷനിലെ രണ്ടാമത്തെ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും ചിലപ്പോൾ കാണിക്കുക. ദിസ് അക്കൗണ്ട് ഈസ് എലിജിബിൾ ഫോർ ഗൂഗിൾ AI പ്ലാൻ. കുഴപ്പമില്ല, നമുക്കത് ഫിക്സ് ചെയ്യാം. ജസ്റ്റ് ഈ ലിങ്ക് കോപ്പി ചെയ്ത് ക്രോമിലോട്ട് വന്ന ശേഷം ന്യൂ ഇൻകോഗ്നിറ്റോ വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റർ ചെയ്യുക. ഒബ്വിയസ്ലി നിങ്ങളെ ലോഗിൻ ചെയ്യാൻ വേണ്ടി ചോദിക്കും. നിങ്ങൾ ഏതെങ്കിലും ഒരു യൂസർ നെയിം, പാസ്വേഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജിമെയിൽ ID വെച്ച് ലോഗിൻ ചെയ്യുക. ഞാൻ ഇവിടെ എൻ്റെ വൺ ഓഫ് ദ ജിമെയിൽ ID, എല്ലാവർക്കും ഇഷ്ടം പോലെ ജിമെയിൽ ID തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ, അതിൽ ഏതെങ്കിലും ഒരു ജിമെയിൽ ID വെച്ച് നോക്കുക. ചില സമയത്ത് അത് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാലും ഇതുപോലൊരു വിൻഡോ തന്നെയായിരിക്കും നമുക്ക് കാണിക്കുക. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ VPN ഇതുവരെയായിട്ട് കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ VPNൽ പോവുക, കണക്ഷൻ കൊടുക്കുക, കണക്റ്റ് ആയ ഉടനെ ഒന്നുകൂടെ റീഫ്രഷ് ചെയ്ത് നോക്കുക. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും സ്റ്റുഡൻറ്റ് ഫീച്ചർ നമുക്ക് എനേബിൾ ആയിട്ടുണ്ട്. 15 മാസത്തേക്ക് ഗൂഗിളിൻ്റെ VO നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിൽ ഈ പറഞ്ഞ പോലെ VO മാത്രമല്ല 2 TB ഓഫ് സ്റ്റോറേജും നമുക്ക് ഇതിൻ്റെ ഒപ്പം കിട്ടും. പിന്നെ മറ്റ് AI ഫീച്ചേഴ്സും നമുക്ക് കിട്ടും. നോട്ട്ബുക്ക് LMൻ്റെ പ്രോ വെർഷൻ നമുക്ക് കിട്ടും. ജെമിനിയും കിട്ടും. അങ്ങനെ കണ്ട AI ഒക്കെ നമുക്ക് 15 മാസത്തേക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്റ്റെപ്പ് 3 വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഈ ഗൂഗിളിൻ്റെ സ്റ്റുഡൻറ്റ് പേജ് ഇപ്പം ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരിഫൈ സ്റ്റുഡൻറ്റ് സ്റ്റാറ്റസ് എന്ന് കൊടുക്കുന്ന സമയത്ത് ഇവിടെ സ്റ്റുഡൻറ്റ് സ്റ്റാറ്റസിൻ്റെ ഒരു ഇമെയിൽ ID ചോദിക്കും. ഇവിടെയാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലുള്ള ഈ ലിങ്ക് പോകേണ്ടത്. ഈ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ 3ാമത്തെ ലിങ്കായിട്ട് കിടക്കുന്നുണ്ടാവും. ടെമ്പു മെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇമെയിൽ പ്രൊവൈഡറാണ്. ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എഡ്യൂക്കേഷൻ ഇമെയിൽസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. .edu മെയിൽ എന്നുള്ള .edu.pl എന്നുള്ള ഒരു ഫോർമാറ്റിൽ നമുക്ക് ഇമെയിൽസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ലിങ്കിലോട്ട് പോകുന്നു. പേജിൽ വന്ന ഉടനെ ഇവിടെ
ക്യാപ്ച ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റും. അതൊന്ന് ജസ്റ്റ് സോൾവ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഇവിടെ എൻ്റർ യൂസർ നെയിം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ക്രിയേറ്റ് എ റാൻഡം ഇമെയിൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. നമ്മളിപ്പോൾ റാൻഡം ഇമെയിൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, കാരണം ഇത് 1 ടൈം മാത്രമേ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നുള്ളൂ. ക്രിയേറ്റ് എ റാൻഡം ഇമെയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സാധാ ഏതോ ഒരു ഇമെയിൽ ഇവിടെ ക്രിയേറ്റ് ആവും. അത് കോപ്പി ചെയ്ത് വീണ്ടും ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ വെരിഫൈ ബട്ടൺ നമുക്കിവിടെ എനേബിൾ ആയിട്ട് കാണാൻ പറ്റും. വെരിഫൈ ക്ലിക്ക് ചെയ്യുക, വെരിഫിക്കേഷൻ കോഡ് ചോദിക്കും, അത് നമുക്കിവിടെ വന്നിട്ടുണ്ടാവും. ഇവിടെ ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ താഴത്ത് ഇൻബോക്സിൽ വെരിഫിക്കേഷൻ കോഡ് വന്നിട്ടുണ്ട് അല്ലേ. ഇതാണ് നമ്മുടെ വെരിഫിക്കേഷൻ കോഡ്. അത് കോപ്പി ചെയ്ത് വീണ്ടും ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു, സബ്മിറ്റ് അടിക്കുന്നു. സിമ്പിൾ, പരിപാടി കഴിഞ്ഞു. യു ആർ എലിജിബിൾ ഫോർ പ്രോ സ്റ്റുഡൻറ്റ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നെ നമുക്ക് വന്നു കഴിഞ്ഞു. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന 4ാമത്തെ ലിങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് മെത്തേഡ് ആഡ് ചെയ്യേണ്ടതുണ്ട്. അവിടെ നമ്മൾ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ആഡ് ചെയ്യണം. ഈ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ എനേബിൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതിൽ നിന്ന് ഒരു പൈസ പോലും ഇപ്പോൾ പിടിക്കില്ല. 1 ഇയർ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് $19 പിടിക്കുള്ളൂ. അതിനുള്ളിൽ നമ്മളിത് ക്യാൻസൽ ചെയ്താൽ മതി. ആ ട്രാൻസാക്ഷൻ നമുക്ക്, അല്ലെങ്കിൽ ആ പേയ്മെൻറ്റ് മെത്തേഡ് ആ അക്കൗണ്ട് നമ്മൾ ക്യാൻസൽ ചെയ്താൽ മതിയാവും. ആ ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ചെയ്യുക. ഇതിൽ ആഡ് പേയ്മെൻറ്റ് മെത്തേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു വിൻഡോ ഓപ്പൺ ആവും. ഫസ്റ്റ് നമ്മൾ ഈ ബില്ലിംഗ് അഡ്രസ്സ് എന്ന് കാണുന്നിടത്ത് പോയിട്ട് US എന്ന് സെലക്ട് ചെയ്യുക. US സെലക്ട് ചെയ്തതിന് ശേഷം കാർഡ് ഡീറ്റെയിൽസ് ചോദിക്കുന്ന സ്ഥലത്ത് നിങ്ങളെ കാർഡ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. ഞാൻ ഓൾറെഡി ഇത് സേവ് ചെയ്ത് വെച്ചുകൊണ്ട് എനിക്ക് ഡയറക്റ്റായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം കാർഡ് ഹോൾഡർ നെയിം ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ കൊടുക്കുക, കറക്റ്റായിട്ട് കൊടുക്കണം. അതിനുശേഷം ബില്ലിംഗ് അഡ്രസ്സ് എന്നുള്ള ഓപ്ഷനിലോട്ട് വരുന്ന സമയത്ത് അഡ്രസ്സ് ചോദിക്കും. നമുക്ക് US എന്ന് കൊടുത്തുകൊണ്ട് US-ൻ്റെ അഡ്രസ്സ് കൊടുക്കാൻ പറ്റില്ലല്ലോ. ലൈക്ക് നമ്മളിപ്പം ഇന്ത്യൻ സിറ്റിസൺസ് ആണ്, നമുക്ക് US-ൻ്റെ അഡ്രസ്സ് കൊടുക്കാൻ പറ്റില്ല. അവിടെയാണ് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിലെ 5ാമത്തെ ലിങ്ക് യൂസ് ചെയ്യേണ്ടത്. ആ ലിങ്കിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു വെരിഫിക്കേഷൻ വരും. ജസ്റ്റ് എനേബിൾ ചെയ്യുക. വെരിഫൈ ആയതിനു ശേഷം ഇതുപോലൊരു പേജ് ഓപ്പൺ ആവും. ഈ കാണുന്നതിൽ ഏതെങ്കിലും ഒരു അഡ്രസ്സ് നമുക്ക് ചൂസ് ചെയ്താൽ മതി. ഇപ്പോൾ ഒരു വെരിഫിക്കേഷൻ ലിങ്ക് നമ്മളുടെ അടുത്ത് ചോദിക്കും. അത് വെരിഫൈ ചെയ്യുന്നതോടെ നമ്മളെ പേയ്മെൻറ്റ് മെത്തേഡ് ഇതിലോട്ട് ആഡ് ആവും. അപ്പോൾ പേയ്മെൻറ്റ് മെത്തേഡ് നമുക്ക് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും നമ്മൾ Google One പോയി കഴിഞ്ഞാൽ ഇവിടെ എന്നതിന് ശേഷം മാത്രമേ നമ്മളിത് കണ്ടിന്യൂ കൊടുക്കാൻ പാടുള്ളൂ. എടുത്ത ഉടനെ കണ്ടിന്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ വർക്കൗട്ട് ആവില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക, സ്റ്റാർട്ട് ട്രയൽ കൊടുക്കുക. നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് ഇവിടെ ഓൾറെഡി അപ്ഡേറ്റ് ആയിട്ടുണ്ട്. 15 മന്ത് ഫ്രീ ട്രയൽ വന്നു. $19.99 അടുത്ത വർഷം തൊട്ട് കാൽക്കുലേറ്റ് ആവുന്നത്, സെപ്റ്റംബർ 2026 തൊട്ട്. സബ്സ്ക്രൈബ് കൊടുക്കുക. സബ്സ്ക്രൈബ്. VO3 നമുക്ക് ആക്ടിവേറ്റ് ആയി. നമുക്കിനി അതൊന്ന് കയറി നോക്കാം എങ്ങനെയുണ്ട് സാധനം. ഇത് ക്ലോസ് ചെയ്യുമ്പോൾ ഗോ ടു ജെമിനി പ്രോ എന്നുള്ള ഓപ്ഷൻ ഇവിടെ നമുക്ക് കാണിക്കും. ജെമിനി പ്രോയിൽ പോകുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രോ എന്നുള്ളത് ഓൾറെഡി എനേബിൾ ആയിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ദേ കിടക്കുന്ന നമ്മുടെ VO3. ഓക്കെ, ഓസം. 15 മാസത്തേക്ക് നമുക്ക് VO3 എനേബിൾ ആയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ ഇതിനൊരു റിമൈൻഡർ ഇട്ട് വെക്കണം. 15 മാസത്തിനുള്ളിൽ ആ പേയ്മെൻറ്റ് മെത്തേഡ് ഡിലീറ്റ് ചെയ്യാൻ. ഇല്ല, നിങ്ങൾ അക്കൗണ്ടിൽ നിന്ന് വേണ്ടാണ്ട് ഓരോ മാസം 2000 രൂപ വെച്ച് പോകും. അപ്പോൾ മറക്കാതെ തന്നെ പോയിട്ട് ഒരു റിമൈൻഡർ ഫോണിൽ ഇട്ട് വെച്ചോ. ഒരു 15 മാസത്തിനുള്ളിൽ ലാസ്റ്റ് മന്ത് ലൈക്ക് സെപ്റ്റംബർ 2026 ഇത് റിമൂവ് ചെയ്യുന്ന പോലെ, അല്ല സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്യുന്ന പോലെ ഒരു റിമൈൻഡർ ഇപ്പം തന്നെ ഇട്ട് വെച്ചോ. സേഫ് സൈഡ് അതുകൊണ്ട് പറയുക. കാരണം ഞാൻ കാർഡ് റിമൂവ് ചെയ്യാൻ നോക്കി, കാർഡ് റിമൂവ് ആവുന്നില്ല. സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്യാണ്ട് കാർഡ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല. സബ്സ്ക്രിപ്ഷൻ വേണ്ടാത്തവർക്ക് സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്ത് ഇപ്പം തന്നെ വേണം കാർഡ് റിമൂവ് ചെയ്യണം, ചെയ്യാം. ധൈര്യം ഇല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഇല്ല എനിക്ക് ഓർത്ത് വെക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലാതെ അവർ റിമൈൻഡർ ഇട്ട് വെക്കുക. ആ സമയമാകുമ്പോൾ ഡിലീറ്റ് ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ പുതിയ വൈറൽ വീഡിയോ ഇട്ട് പോയിരിക്കുക. ഓക്കെ, ബൈ.